ഇതൊരു കോഫി കപ്പാണ്. സെറാമിക് കൊണ്ടുണ്ടാക്കിയ ഒരു സാധാരണ കപ്പ്. 1000 ഡിഗ്രിയിലൊക്കെ ചൂടാക്കിയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നൊന്നും നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഓർക്കാറില്ല. എന്തിനാണ് കാപ്പി കുടിക്കുന്നത്? നമ്മുടെ തലച്ചോറിലെ ചില സ്വിച്ചുകളൊക്കെ ഓഫ് ചെയ്ത് ഉറക്കം വരാതിരിക്കാനോ ഉന്മേഷം കിട്ടാനോ ഒക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഈ കോഫി കുടിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കെമിസ്ട്രിയെക്കുറിച്ചോ കപ്പ് ചുണ്ടിലേക്ക് അടുപ്പിക്കുമ്പോൾ ഈ കൈ എത്ര ഡിഗ്രി ചരിക്കണം എന്നതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാറില്ല. നമ്മളത് വെറുതെ അങ്ങ് ചെയ്യുകയാണ്, ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ. ഒരുപക്ഷെ ആയിരക്കണക്കിന് തവണ നമ്മൾ ജീവിതത്തിൽ ഈ ഒരൊറ്റ കാര്യം ചെയ്തിട്ടുണ്ടാവും. കപ്പെടുക്കുന്നു, സിപ്പ് ചെയ്യുന്നു, തിരിച്ചു വയ്ക്കുന്നു. പക്ഷേ എന്താണ് ഈ ഓട്ടോ പൈലറ്റ്? വിമാനത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഓട്ടോ പൈലറ്റ് മോഡിലിട്ട് പൈലറ്റിന് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം എന്ന് പറയാറില്ലേ. നമ്മൾ ഉറക്കമുടരുന്ന ആ ഒരു മൊമെൻറ്റിലേക്കൊന്ന് പോയി നോക്കാം. രാത്രി 10 മണിക്ക് നമ്മുടെ ഉള്ളിൽ വേറെ മനുഷ്യനുണ്ട്, ഭയങ്കര വിഷണറിയായ സ്വപ്നങ്ങൾ കാണുന്ന ഒരാൾ. ആ 10 മണിക്കാരൻ സീലിങ്ങിലേക്ക് നോക്കി ഫാൻ കറങ്ങുന്നതൊക്കെ നോക്കി ശപഥം ചെയ്യും, നാളെ എല്ലാം മാറ്റും. നാളെ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേൽക്കും, 3 മണിക്കൂർ ഇരുന്ന് PSC പഠിക്കും, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ അങ്ങനെ, പഠനമാണെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത ആ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഭൂമി കറങ്ങുന്നു, സൂര്യൻ ഉദിക്കുന്നു, രാവിലെ 6 മണിയാവുമ്പോൾ ആ വിഷണറി ആയിട്ടുള്ള വ്യക്തി അവിടെ പോയി. 6 മണിക്ക് എണീക്കുന്ന നിങ്ങൾ വേറൊരാളാണ്. കൈ നീട്ടിയ അലാറം പെട്ടെന്നങ്ങ് ഓഫ് ചെയ്തിട്ട് വീണ്ടും പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്ലാൻ ചെയ്യുന്ന നമ്മളും അത് നടപ്പിലാക്കേണ്ട നമ്മളും തമ്മിൽ എന്തുകൊണ്ടാണ് ഇത്രയും അന്തരം? കുറേ കാലം ഞാനും വിചാരിച്ചിരുന്നത് ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കുഴപ്പമാണെന്നാണ്. മടി നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മടിയാണ് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ. പക്ഷേ ഈ മടി എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു തകരാറല്ല, അതൊരു ഫീച്ചറാണ് എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടില്ലേ. മൂന്നാറിലെ ഹെയർ പിൻ വളവുകളിലൂടെ വണ്ടി ഓടിക്കുന്ന ഒരു KSRTC ഡ്രൈവറിനെ ആലോചിച്ച് നോക്കി. പുള്ളിക്ക് ആ വളവുകളൊക്കെ തിരിക്കുമ്പോൾ പാസഞ്ചറിനോട് സിനിമാ കാര്യവും രാഷ്ട്രീയമൊക്കെ പറഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. നമ്മൾ രാവിലെ എഴുന്നേക്കാൻ മടിക്കുന്നതും ആ ഡ്രൈവർ ആ വണ്ടി കൂളായിട്ട് തിരിക്കുന്നതിനും പിന്നിൽ ഒരേ റീസണാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക്, അതായത് പരിണാമ ചരിത്രത്തിൽ എന്താണ് ഈ ഒരു സംഭവത്തിനുള്ള റീസൺ, അതറിയാൻ വേണ്ടി പോകണം. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, എനർജി അഥവാ ഊർജ്ജമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നാണ്. നമ്മുടെ തലച്ചോറൊരു അത്യാഗ്രഹിയാണ്. നമ്മുടെ ശരീരഭാരത്തിൻ്റെ വെറും 2% മാത്രമേ നമ്മുടെ തലച്ചോറിനുള്ളൂ എന്ന് നമുക്കറിയാം. ഒരു 1400 ഗ്രാമൊക്കെ വരുന്നുള്ളൂ. എന്നാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 20%, 20% വലിച്ചെടുക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. ഈ പണ്ട് കാട്ടിലൊക്കെ താമസിക്കുമ്പോൾ ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചിന്തിക്കുക അത് ഭയങ്കര പാടാണ്, നല്ല ചിലവുള്ള പരിപാടിയാണ്. വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു ഡയറ്റ് പ്ലാനിനെ കുറിച്ച് പ്ലാൻ ചെയ്യാനോ ഒക്കെ പോയാൽ ഉള്ള എനർജി തീർന്നു പോകും, തലച്ചോറ് ഉപയോഗിക്കും. അതുകൊണ്ട് നേച്ചർ ചെയ്യുന്നൊരു സൂത്രപ്പണി എന്ന് പറഞ്ഞാൽ എനർജി ലാഭിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരം ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെ ഒരു ഓട്ടോമാറ്റിക് മോഡിലേക്ക് ആക്കി മാറ്റും. നമുക്കറിയാം, വോളണ്ടറി ആക്ടിവിറ്റീസും ഇൻവോളണ്ടറി ആക്ടിവിറ്റീസും ഉണ്ട്. ഹൃദയമെടുപ്പ് അതൊരു നമ്മളറിയാതെ നടക്കുന്നൊരു കാര്യമാണ്. ശ്വാസോച്ഛ്വാസം അറിയാതെ തന്നെ താനെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്കിത്തരത്തിൽ ചില കാര്യങ്ങളെ നമ്മൾ ചെയ്ത് ശീലിച്ച് അതിൽ തന്നെ ഉണ്ടാവാക്ക് നമ്മളതൊരു ശീലം, ഒരു ഹാബിറ്റാക്കി മാറ്റാറുണ്ട്. എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ദുശ്ശീലം, പുക വലിയൊരു ദുശ്ശീലമാണ്, ഒരു ബാഡ് ഹാബിറ്റാണെന്ന് പറയും. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നൊരു കണ്ടീഷനിലോട്ട് എത്തുന്നത് കൊണ്ടാണ്. ആദ്യം വണ്ടി ഓടിക്കാൻ പഠിക്കുന്നൊരു കാര്യം ആദ്യമായിട്ട് അതൊന്ന് ആലോചിച്ച് നോക്കുക. ക്ലച്ച്, ബ്രേക്ക്, ഗിയർ, എങ്ങോട്ടൊക്കെ നോക്കണം, ഫ്രണ്ടിൽ നോക്കണം, ഗിയർ ശ്രദ്ധിക്കണം, കാലിൽ 3 കാര്യങ്ങൾ, സൈഡ് മിറർ. അപ്പോൾ അത് ഭയങ്കര കോംപ്ലക്സ് ആയ ഒരു കാര്യമാണ്. നമ്മുടെ തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ളൊരു പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നൊരു ഏരിയയാണ് ഈ പണി മൊത്തം എടുക്കുന്നത്. പുള്ളിയാണ് നമ്മുടെ തലച്ചോറിൻ്റെ CEO, കൺട്രോൾ ചെയ്യുന്ന വ്യക്തി. അത് ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ളൊരു ഏരിയയാണ്. പക്ഷേ വളരെ പെട്ടെന്ന് ടയേർഡാവും. അതുകൊണ്ടാണ് വണ്ടി ഓടിച്ച് പഠിക്കുമ്പോഴോ പരീക്ഷ എഴുതി കഴിയുമ്പോഴോ നമുക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നത്. നമ്മൾ അനങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, തലച്ചോറ് കൊണ്ട് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ ചാർജ് തീർന്നു. സോ ഇനി നമുക്ക് ആ മൂന്നാറിലെ KSRTC ഡ്രൈവറിൻ്റെ കാര്യത്തിലേക്ക് വരാം, സിമ്പിളാക്കാൻ. 10 വർഷം മുമ്പ് ആദ്യമായി ആ പുള്ളി ആ ഒരു റൂട്ടിൽ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റൊക്കെ മുറുക്കിയിട്ട് ഓരോ വളവും നോക്കി പതുക്കെ ഓടിക്കും. വളഞ്ഞ് വന്നില്ലെങ്കിൽ റിവേഴ്സൊക്കെ എടുത്ത് നോക്കും. പക്ഷേ ഇന്നോ പുള്ളി ഗിയർ ലിവറിലേക്ക് പോലും നോക്കാറില്ല. കുഴികൾ കാണാതെ തന്നെ അറിയാം. ഈ വണ്ടി ഓടിക്കുക എന്ന സങ്കീർണമായ കാര്യം ഇപ്പോൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടാവും. ബേസൽ ഗാംഗ്ലിയ അതൊരു പഴയ തറവാട് പോലെയാണ്, വളരെ പുരാതനമാണ്. അവിടെയാണ് എനർജി ഒട്ടും ചിലവാകാത്ത വർക്കുകൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് അങ്ങനെ ടയേർഡൊന്നും ആവില്ല, ചിന്തിക്കില്ല, കൊടുത്ത പണി ഒരു റോബോട്ടിനെ പോലെ റെപ്പറ്റീഷൻ പോലെ ചെയ്തുകൊണ്ടിരിക്കും.
പണ്ട് ഈ ചാർലി ചാപ്ലിൻ്റെ ചില സിനിമകൾ കാണുമ്പോൾ മോഡേൺ ടൈംസിലൊക്കെ ഫാക്ടറികളുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ചാർലി ചാപ്ലിൻ ഇങ്ങനെ നട്ട് തിരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഈ വർക്ക് കഴിഞ്ഞാലും പുള്ളിക്കാരൻ്റെ കയ്യിൽ ടൂൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് പറയില്ലേ, അത് ആക്ടിവിറ്റി ചെയ്യുന്നതിൽ വരുന്നൊരു ഓട്ടോമാറ്റിക് മോഡാണ്. ഇതേപോലെ നമ്മുടെ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്ന എഫർട്ട് ഇടുന്ന കാര്യങ്ങളെ, എനർജി ചിലവാകുന്ന കാര്യങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റി എനർജി കൺസേർവ് ചെയ്യാനായിട്ട് നോക്കും. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ്. ഈ ബേസൽ ഗാംഗ്ലിയയ്ക്ക് നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. അതിനാകെ വേണ്ടത് എനർജി ലാഭിക്കണം, അതുമാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ 2 മണിക്കൂർ നോക്കിയിരിക്കുന്ന നിങ്ങൾക്ക് റിലാക്സേഷൻ തരുന്നുണ്ടെങ്കിൽ അവിടെ എനർജി ചിലവാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ബേസൽ ഗാംഗ്ലിയ പറയും, കൊള്ളാം, നിങ്ങൾക്ക് കിട്ടേണ്ട കിക്കും ഡോപ്പമിനും കിട്ടുന്നുണ്ട്, എനർജി ചിലവാകുന്നുമില്ല. സോ ഇതിനൊരു ഹാബിറ്റ് ആക്കിക്കോളൂ. അതായത് നമ്മൾ മടിയന്മാരായതുകൊണ്ടല്ല, നമ്മുടെ തലച്ചോറ് എഫിഷ്യൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ശീലങ്ങൾ തലച്ചോറിൻ്റെ ഫിസിക്കലായ മാറ്റങ്ങളാണ്, അല്ലാതെ വെറും തോന്നലുകളല്ല. മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലണ്ടനിലെ ടാക്സി ഡ്രൈവർമാരുടെ കാര്യം. അതായത് ഈ ടാക്സി ഡ്രൈവർമാർ ഈ റൂട്ടൊക്കെ ഒരുപാട് ഓർമ്മിച്ച് വെക്കുന്നുണ്ട്. അവരുടെ തലച്ചോറ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തലച്ചോറിൽ വഴി കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നൊരു ഭാഗം സാധാരണയേക്കാൾ വലുതാണെന്ന് അറിയാൻ പറ്റും. വണ്ടി ഓടിച്ചോടിച്ച് അവരുടെ തലച്ചോറ് ഫിസിക്കലി വളർന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറിനെ കുറിച്ച് പഠിച്ചവരും പറഞ്ഞിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ മടക്കുകൾ കുറവാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചേഞ്ചസുകൾ കണ്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറയുന്നത് ശരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ എന്താണോ സ്ഥിരമായി ചെയ്യുന്നത് അതാണ് നമ്മൾ. ഞാനിത് മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നതല്ല, സയൻറ്റിഫിക്കാണ്. വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ തലച്ചോറിനെ വയറിംഗ് മാറ്റി പണിയാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ അത് വലിയ പാടാണ്, അറിയാം. ഒരു പഴയ അംബാസഡർ കാറിനെ തള്ളി കയറ്റിക്കുന്ന പോലെയുള്ള പാടാണ്. പക്ഷേ ഈ സിസ്റ്റത്തെ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റണം. ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങൾ പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ 40% തീരുമാനങ്ങളല്ല, ഡിസിഷൻസ് അല്ല, അത് ശീലങ്ങളാണ് എന്നുള്ളതാണ്. ഇതിനൊരു ലൂപ്പുണ്ട്. ക്യൂ, റൂട്ടീൻ, റിവാർഡ്. നമ്മുടെ നാട്ടിലെ 4 മണിക്ക് കുടിക്കുന്ന ചായയുടെ കാര്യം എടുക്കാം. അതിനകത്ത് ക്യൂ എന്ന് പറഞ്ഞത് സമയം 4 മണിയാവുന്നു, അല്ലെങ്കിൽ അടുക്കളയിൽ പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരു സമയമാകുമ്പോൾ അച്ഛൻ പലഹാരം വാങ്ങിച്ച് വീട്ടിലേക്ക് വരുന്നു. റൂട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിലേക്ക് പോകുന്നു, ചായ കുടിക്കുന്നു, കൂടെ ഒരു പരിപ്പ് വടയോ ബിസ്ക്കറ്റോ ഒക്കെ കഴിക്കുന്നു. പക്ഷേ റിവാർഡ് എന്ന് പറഞ്ഞാൽ ആ പഞ്ചസാരയും കഫീനോ അല്ലെങ്കിൽ തേയിലയോ ഒക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന കിക്കാണ്. പിന്നെ വീട്ടുകാരുമായിട്ടൊക്കെ ഇരുന്ന് പറയുന്ന വർത്തമാനം, അതൊക്കെ ഒരു ഹാപ്പിനെസ് കൂടിയാണ്. നമ്മുടെ തലച്ചോറ് ഇത് സേവ് ചെയ്ത് വയ്ക്കും. 4 മണി = ചായ = ഹാപ്പിനെസ്. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ശീലം നിർത്താൻ വേണ്ടി നമ്മളതിനെ പിടിച്ചു കെട്ടാനായിട്ട് നോക്കും. ഇനി ഞാൻ ചായ കുടിക്കില്ല എന്ന് തീരുമാനിക്കും, പക്ഷേ അത് നടക്കില്ല. കാരണം വിൽ പവർ തീർന്നു പോകും. അതിന് നല്ലത് ആ ലൂപ്പിനെ ഹാക്ക് ചെയ്യുന്നതാണ്. ബോറടിക്കുമ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഫോൺ എടുക്കലാണ്. ബോറടിക്കുന്നു, ഫോൺ എടുക്കുന്നു. പക്ഷേ അവിടുത്തെ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ശീലം. അത് ബോറടിക്കുമ്പോൾ ഫോണിന് പകരം ഒരു പുസ്തകം എടുക്കുക, അല്ലെങ്കിൽ 10 പുഷപ്പ് അടിക്കാൻ നോക്കുക. നമ്മൾ ചെയ്യുന്ന ആക്ഷൻ മാറ്റുക, പക്ഷേ റിവാർഡ് നമുക്കവിടെ കിട്ടണം. ഇനി ഇതിൻ്റെയൊക്കെ കാതലായ മറ്റൊരു കാര്യമുണ്ട്, ഈ ഐഡൻറ്റിറ്റി. കേരളത്തിൽ നമുക്കറിയാം ഈ നാട്ടുകാരെന്ത് പറയും എന്ന് പറയുന്ന വലിയൊരു കേസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല ശീലങ്ങളും ഉണ്ടാക്കുന്നത് നാട്ടുകാരെ ബോധിപ്പിക്കാനാണ്. നമ്മൾ എൻജിനീയറിംഗ് പഠിക്കുന്നത് നമുക്കിഷ്ടമുള്ളത് കൊണ്ടാകില്ല, സൊസൈറ്റിയിൽ അതിനൊരു സ്റ്റാറ്റസ് ഉള്ളത് ഉണ്ടാവും. ജെയിംസ് ക്ലിയർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് എനിക്ക് പുസ്തകം വായിക്കണം എന്നല്ല പറയേണ്ടത്, ഞാനൊരു വായനക്കാരനെന്നാണ് പറയേണ്ടത്. എനിക്ക് ഓടണം എന്നല്ല, ഞാനൊരു റണ്ണറാണെന്ന് ചിന്തിക്കണം. അതായത് ലക്ഷ്യങ്ങളെക്കാൾ പ്രധാനം നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. ഞാനൊരു ക്രിയേറ്ററാണ് എന്ന് വിശ്വസിച്ചാൽ ഈ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും, കാരണം അതാണ് നമ്മൾ. ഇതൊക്കെ നടപ്പിലാക്കാൻ എന്ത് ചെയ്യണം? എൻ്റെ ഒരു ഐഡിയയിൽ ഒന്ന് സാഹചര്യം സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ തീരുമാനങ്ങളെക്കാൾ പ്രധാനം നമ്മുടെ ചുറ്റുപാടാണ്. മേശപ്പുറത്ത് ഫോൺ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കും, ഉറപ്പാണ്. അതുകൊണ്ട് വായനയാണ് ശീലമാക്കേണ്ടതെങ്കിൽ മൊബൈൽ ഫോണിന് പകരം പുസ്തകം തലയിണയുടെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ ശ്രമിക്കുക. കിടക്കണമെങ്കിൽ പുസ്തകം എടുത്ത് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ തടസ്സങ്ങൾ കുറയ്ക്കുക. ജങ്ക് ഫുഡ് ഒഴിവാക്കണമെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് വീട്ടിൽ സ്റ്റോർ ചെയ്യാതിരിക്കുക. വീട്ടിലില്ലെങ്കിൽ നമ്മൾ കഴിക്കില്ലല്ലോ. പിന്നെ രണ്ടാമത്തത് 2 മിനിറ്റ് റൂളാണ്. ഏതൊരു കാര്യവും തുടങ്ങാനാണ് പാട്. 4 മണിക്കൂർ പഠിക്കണമെന്ന് വിചാരിക്കേണ്ട, പുസ്തകം തുറന്നൊരു പാരഗ്രാഫ് വായിക്കുക. ഷൂസ് എടുത്തിടുക എന്ന് മാത്രം വിചാരിച്ചാൽ ജിമ്മിൽ പോകാൻ നമുക്ക് തോന്നും. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് സൈൻഫെൽഡ് സ്ട്രാറ്റജി. ജെറി സൈൻഫെൽഡ് എന്ന കൊമേഡിയൻ ചെയ്തത് എല്ലാ ദിവസവും കലണ്ടറിൽ ഓരോ ഇൻറ്റു മാർക്ക് ഇടും. ആ ചങ്ങല പൊട്ടിക്കരുത്, ഓർ ഡോണ്ട് ബ്രേക്ക് ദ ചെയിൻ എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ നാട്ടിലെ കാലവർഷം പോലെയാണ്. ഒരു തുള്ളി മഴ വീണാൽ ഒന്നും സംഭവിക്കില്ല, അത് ആവിയാവും. പക്ഷേ ലക്ഷക്കണക്കിന് തുള്ളികൾ ദിവസങ്ങളോളം പെയ്താൽ അത് പ്രളയമാവും. ഭൂപ്രകൃതി തന്നെ മാറും. ജിമ്മിൽ പോകുന്ന ഒറ്റ ദിവസം കൊണ്ട് ശരീരം മാറില്ല, പക്ഷെ 1 വർഷം പോയി നോക്കിയാൽ മാറ്റമുണ്ടാകും. ഈ മുള വളരുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ മുള നട്ടു കഴിഞ്ഞാൽ ഏകദേശം 5 വർഷത്തോളം ആ മുള വളരില്ല, അങ്ങനെ തന്നെ നിൽക്കും.
എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് മണ്ണിനടിയിൽ വേരുകൾ ഇങ്ങനെ പടർത്തി അതിൻ്റെ ബേസ് സ്ട്രോങ് ആക്കുകയാണ്. പുറത്തേക്കൊന്നും കാണില്ല. പക്ഷേ പിന്നെ ഒരു 6 ആഴ്ച കൊണ്ട് 80 അടി വളരാനും മുളയ്ക്ക് സാധിക്കും. സോ ഒറ്റ രാത്രി കൊണ്ടുള്ള അത്ഭുതമല്ല, വർഷങ്ങളുടെ അധ്വാനമാണത്. അപ്പോൾ ഇനി എന്താണ്? നമ്മളാ പഴയ കാലത്തെ സർവൈവൽ സോഫ്റ്റ്വെയർ വെച്ച് ഓടുന്ന ബയോളജിക്കൽ മെഷീനുകളാണല്ലോ. സോ എനർജി ലാഭിക്കാൻ നോക്കുന്ന, ഓട്ടോ പൈലറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്ന മെഷീനുകളാണ്. പക്ഷേ നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഒരു പ്രോഗ്രാമിന് തിരുത്താൻ പറ്റും. നമ്മളൊരു KSRTC ബസ്സിലെ യാത്രക്കാരനല്ല, നമ്മളാണ് ഡ്രൈവർ, നമ്മളാണ് മെക്കാനിക്, നമ്മളാണ് ആ റൂട്ട് തീരുമാനിക്കുന്നത്. ഭൂമി മുഴുവൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ നമുക്ക് ജനിക്കാൻ പറ്റിയില്ല. പക്ഷേ നക്ഷത്രങ്ങളിലേക്ക് പോകാനുള്ള ടെക്നോളജി വരുന്ന കാലത്തിന് മുൻപ് നമ്മൾ ജനിച്ചുപോയി. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്വന്തം മനസ്സിനെ, അതിൻ്റെ ഉള്ളിലെ അത്ഭുതങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയത്ത് നമ്മൾ ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് എഴുന്നേൽക്കുക, ആ ഓട്ടോ പൈലറ്റിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് പുതിയ നല്ല ഹാബിറ്റുകളുടെ ഓട്ടോ പൈലറ്റ് സെറ്റ് ചെയ്യണം. ആ യാത്ര വളരെ ത്രില്ലിംഗ് ആണ്. എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു പുതിയ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രൊമോഷനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. JR Unfolds എന്ന് പറയുന്ന പേര് തന്നെയാണ് ആ ഇൻസ്റ്റാഗ്രാം പേജ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. കാര്യം അതിനകത്ത് നമ്മളൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ചലഞ്ചിനോടൊപ്പം തന്നെ നിങ്ങളെ ആ ചലഞ്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ, ഞാനും ഈ കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് അറിയുന്ന എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്നുകൊണ്ടൊരു ഹാബിറ്റ് റൂട്ടീൻ നോക്കിക്കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി സെറ്റപ്പ് പോലെ തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മലയാളികൾക്കിടയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും പ്രൊഡക്ടിവിറ്റി, സെൽഫ് ഹെൽപ്പ്, മെൻ്റൽ ഹെൽത്ത്, ഹാബിറ്റ് സെറ്റിംഗ്, അങ്ങനെ പല കാര്യങ്ങളും വളരെ കുറവാണല്ലോ. സോ അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ചില കാര്യങ്ങളായിരിക്കും അതിലിടുന്നത്, ചില ചലഞ്ചസാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ എൻ്റെ തന്നെ എക്സ്പെരിമെൻ്റ് വെച്ചുകൊണ്ട് അതിലിടും, ആ പേജിൽ പോസ്റ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം. പണ്ട് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗർ ഡീറ്റോക്സിനെ കുറിച്ച്, പഞ്ചസാര ഒഴിവാക്കുന്നു എന്നതിൻ്റെ ഒരു ചലഞ്ച്. അതെ, എൻ്റെ ഈ കോഫിയിൽ ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല, ഞാൻ ആ ചലഞ്ച് തന്നെയാണ്. അതിൻ്റെ റിസൾട്ട് ഞാൻ ഉടനെ ഒരു ഷുഗർ ഡീറ്റോക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോയിൽ നന്നായിട്ട് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി സെറ്റപ്പോ വർക്ക്ഷോപ്പുകളായിട്ടൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല ഹൗ ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി എന്ന് പറയുന്നൊരു കോഴ്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സിൻ്റെ ലിങ്ക് താഴെയുണ്ട്, കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണുക. ഇൻസ്റ്റാഗ്രാം പേജ് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ബൈ.